ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം അത് ടൊറന്റോയിലെ ബ്രാംപ്ടൺ എന്ന് പറയുന്ന സിറ്റിയിൽ, അതായത് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു വലിയൊരു ഇലക്ഷൻ പ്രചരണം നടക്കുകയുണ്ടായി. അവിടെ ആയിരക്കണക്കിന് ആളുകളുടെ മധ്യത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ആ പീൽ റീജിയന്റെ പോലീസ് അസോസിയേഷന്റെ പ്രസിഡന്റ് പോലും അതിൽ കടന്നു വരികയും, എന്തുകൊണ്ടാണ് കാനഡയിൽ ഇത്രയധികം ക്രിമിനൽ ആക്ടിവിറ്റീസ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാനഡയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല? പ്രത്യേകിച്ച് ടൊറന്റോ പോലുള്ള പട്ടണത്തിൽ ഏറ്റവും അധികം ആളുകളുടെ സമാധാനം നഷ്ടപ്പെട്ട് ആളുകൾ ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് കടന്നു പോകുകയും മനുഷ്യന് സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ആ പോലീസ് ഓഫീസേഴ്സിന്റെ ആ ഒരു പ്രസംഗ ഭാഗം നമ്മൾ വളരെയധികം അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാനഡയിലെ ഏറ്റവും ഹയസ്റ്റ് പോപ്പുലേഷൻ അടങ്ങുന്ന ഒരു സിറ്റിയാണ് ടൊറന്റോ എന്ന് പറയുന്നത്. ഈ ടൊറന്റോയെ നമ്മൾ GTA അല്ലെങ്കിൽ ഗ്രേറ്റ് ടൊറന്റോ എന്ന് നമ്മൾ അറിയപ്പെടുന്നു. ഈ GTA എന്ന് പറയുന്നത് 5 റീജിയണൽ മുനിസിപ്പാലിറ്റി അടങ്ങുന്നതാണ്. അതായത് GTA എന്ന് പറയുന്നത് ടൊറന്റോ റീജിയൻ കഴിഞ്ഞാൽ, അതായത് സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലേഷൻ സിറ്റിയാണ് പീൽ റീജിയൻ. ഈ പീൽ റീജിയൻ്റെ അകത്താണ് നമ്മൾ, അതായത് കാനഡയിലെ പഞ്ചാബ് എന്നറിയപ്പെടുന്ന, അതായത് ബ്രാംപ്ടൺ എന്ന് പറയുന്ന സിറ്റി വരുന്നത്. ബ്രാംപ്ടൺ, മിസ്സസാഗ, അതായത് കെയിൽഡൺ എന്ന് പറയുന്ന 3 സിറ്റി അടങ്ങുന്നതാണ് പീൽ റീജിയൻ എന്ന് പറയുന്നത്. ഈ പീൽ റീജിയനിൽ, അല്ലെങ്കിൽ അതായത് ബ്രാംപ്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത്, ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ടൊറന്റോയിൽ ഏറ്റവും അധികം, അതായത് ക്രിമിനൽ ആക്ടിവിറ്റീസും കാർ ഹൈജാക്കിങ്ങുകളും കിഡ്നാപ്പുകളും, എന്തിനു പറയണം, വീട് കയറി ആക്രമിക്കൽ, മോഷണം, ഒരു തരത്തിലും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത, ഞാൻ അത് ചില ദിവസങ്ങൾക്ക് മുമ്പേ അതുമായി ബന്ധപ്പെട്ടുള്ള ഇത് മറ്റൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അപ്പൊ അങ്ങനെ ആളുകൾക്ക് ഇന്ന് ഏറ്റവും അധികം ജീവിക്കാൻ ഭയപ്പെടുന്ന ഒരു സിറ്റിയാണ് ബ്രാംപ്ടൺ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും അധികം പഞ്ചാബികളുടെ ഒരു വലിയ കേന്ദ്രമായി മാറിയിരിക്കുന്ന ആ ഒരു സിറ്റി. ബ്രാംപ്ടൺ സിറ്റിയിൽ ഈ കഴിഞ്ഞ ദിവസം കൺസർവേറ്റീവിന്റെ ഒരു വലിയൊരു ഇലക്ഷൻ പ്രചാരണമായിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ആ ഒരു സ്ഥലത്തേക്ക്, അതായത് വന്നുകൂടിയത്. അതിൽ 100 കണക്കിന് ചെറുപ്പക്കാരായിട്ടുള്ള, അതായത് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ആ റാലിയിലേക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നതെന്നത് നമ്മൾ ശരിക്കും പറഞ്ഞ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം, അതായത് ഇലക്ഷന് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ആ വീഡിയോയ്ക്കകത്ത്, അതായത് അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് കടന്നു പോയതായിട്ടുള്ള റിപ്പോർട്ടർ ഓരോരുത്തരോടും, അതായത് ലിബറിനെ കുറിച്ചും കൺസർവേറ്റീവിൽ, അതായത് നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു കൺസർവേറ്റീവിന്റെ ഈ ഒരു റാലിയിൽ നിങ്ങൾ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പയ്യൻ അദ്ദേഹം പറയുന്ന ആ ഒരു മറുപടി നിങ്ങളിപ്പോൾ ഒന്ന് കേട്ടു നോക്കുക. I'm a construction electrician, and I really see that these past 10 years of this Liberal government has been disastrous for this country. I mean, I remember when Trudeau first took power, when he first won the election. I was 15 years old, and I couldn't vote. And until now, I'm now at a chance, I now have a chance to make change in our country. അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കിൽ തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ്. അതായത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ആ ചെറുപ്പക്കാരനായിട്ടുള്ള ആ വ്യക്തി പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: കഴിഞ്ഞ 3 ടേമുകളായിട്ട് ലിബറൽ, അതായത് ഈ രാജ്യത്ത് ഭരിക്കുകയാണ്, ജസ്റ്റിൻ ട്രൂഡോ ഭരിച്ചു. എന്നാൽ എനിക്ക് വോട്ട് ചെയ്യാനായിട്ട്, എനിക്ക് അന്ന് അതായത് 15 വയസ്സേ ഉള്ളൂ. എൻ്റെ രാജ്യത്തിന് ഇനിയൊരു മാറ്റം ആവശ്യമാണ്. ഇനിയും ഈ നിലയിൽ ഈ രാജ്യം പോയാൽ നശിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ 100 കണക്കിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ഈ കഴിഞ്ഞ ബ്രാംപ്ടണിലെ ആ ഒരു റാലിയിൽ സംബന്ധിക്കാനായിട്ട് കടന്നു വന്നത്. ഇനിയും മറ്റൊരു വീഡിയോ നമുക്ക് കാണാം.
proudly served as the president of the Peel Regional Police Association. And I've worked in Peel, I've worked here in Brampton for more than 25 years. I started just down the street in 21 Division. That was my home base, and this was one of my patrol zones. So when I tell you, I used to work on these streets, I used to look after these neighborhoods and take care of these communities, I'm telling you, I know that from the bottom of my heart because I've worked it. But I'm proud to say it here today and say that the Peel Regional Police Association is here to make a change. Make a change with all of you and support a leader who will make this better. Pierre will restore mandatory minimums. He will slam the revolving door of criminality and put violent offenders where they belong, behind bars. It is no longer acceptable for them to be out on our streets. He will put victims before criminals. He will put families before politics, and he will put safety before ideology. My friends, this isn't about right or left. This is about right and wrong. So let's take back our communities. Brampton, let's bring it home. This radical wave of crime is not happening by accident. These radical decisions are not being simply handed out by judges. They are being imposed by catch and release laws of the Liberal government. Ron is running for us in Oakville, but he's Oakville East, but he is a long-time police officer, including for Peel. Yes, sir. And tell me what you've seen from catch and release under Liberal Bill C-75. If I were to explain to you and have you live the life of an average police officer just over the last 6 years, ever since Bill C-75 came in 2019, it would keep you up for decades. And it's terrible. We have families who have lost their loved ones, their kids in their own household from fentanyl overdoses, and police officers and first responders have to tell the family. We have repeat violent offenders committing murders, carjackings, home invasions, and when we catch them, we have to tell these innocent Canadian victims, good people with their family, their loved ones in their house, that the person who did this was on bail. And we're trying everything we can do to keep this person in custody, but this Liberal government has always led them out. That heartbreak was the reason why I got involved with Pierre Poilievre. I had been lobbying to government as an independent police officer to say, please bring back common sense. And out of all of the politicians I had met, years ago I'd met with Pierre Poilievre. He was the only politician to ever ask me, how do we fix it? And Ron, I'm happy to say that we will fix it. A Canada First Conservative government will repeal catch and release bail and end C-75. പീൽ റീജിയനിലെ തന്നെ പോലീസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആകുന്ന ആഡ്രിയാൻ വൂളി, അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം, അദ്ദേഹം ആയിരക്കണക്കിന് തടിച്ചുകൂടിയ ജനങ്ങളോട് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നതായിട്ടുള്ള വാക്കുകൾ പീൽ റീജിയൻ ഉൾപ്പെടെ മറ്റനേക സിറ്റികളിൽ നീണ്ട വർഷങ്ങൾ പോലീസ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന മറ്റൊരു വ്യക്തിയും കൂടെ നമുക്ക് ആ ഒരു റാലിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വളരെ ഒരു കാര്യം വ്യക്തമാണ്. അദ്ദേഹം അതായത് നീണ്ട വർഷങ്ങളോളം ഈ ബ്രാംപ്ടൺ ഏരിയ ഉൾപ്പെടെയുള്ള പല സിറ്റികളും അദ്ദേഹം പോലീസ് ഓഫീസറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുകയുണ്ടായി. എന്നാൽ കൊലപാതകങ്ങളെ, അതോടൊപ്പം വീട് കയറി ആക്രമിക്കല്, കാർ ഹൈജാക്കിങ്ങുകളെ, കിഡ്നാപ്പുകളെ, ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങള് അദ്ദേഹം കൈകാര്യം ചെയ്ത ഒരു പോലീസ് ഓഫീസറാണ്. അവരെയെല്ലാം വളരെ കഷ്ടപ്പെട്ട് അവരെയെല്ലാം പിടികൂടുമെങ്കിലും വളരെ ഈസി ആയിട്ട് ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണത്തിൽ അവരുടെ സപ്പോർട്ട് മുഖേന, ഇങ്ങനെയുള്ള കൊലപാതകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈസി ആയിട്ട് ഊരിപ്പോകുന്ന ആ ഒരു സാഹചര്യം കണ്ടു മടുത്തിട്ട് അദ്ദേഹം തൻ്റെ ജോലി രാജിവെച്ച് അദ്ദേഹം കൺസർവേറ്റീവ് പാർട്ടിയിലേക്ക് കടന്നു വരികയും
അദ്ദേഹം പിയർ പൊലിവ് ആയിട്ട് അതായത് ഈ വിഷയങ്ങൾ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോയിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഒരേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചത്, ഇത് എങ്ങനെയാണ് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുന്നത്, എങ്ങനെ നമുക്കിത് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്രമാത്രം പോലീസ് ഓഫീസേഴ്സ് വരെ ഈ കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ അതായത് ലിബറൽ ഭരണത്തിന് മനസ്സുമടുത്ത് അവരും അവരുടെ രാജ്യം ഒരു നല്ല രീതിയിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു സമയമാണ്, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇടയിൽ തന്നെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും അല്ലെ. ഈ കഴിഞ്ഞ ദിവസം വരെ ഞാൻ ഇട്ട വീഡിയോയ്ക്കകത്ത് ധാരാളം ആളുകൾ അതായത് ലിബറലിനെ സപ്പോർട്ട് ചെയ്ത് കൺസർവേറ്റീവിനെ ഒക്കെ സപ്പോർട്ട് ചെയ്ത് അതായത് കമന്റുകൾ ഇടുകയുണ്ടായി. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ ചില ദിവസങ്ങളുടെ മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ അതായത് ഇലക്ഷന്റെ ആ ഒരു ക്രൂഷ്യൽ ടൈം വരാനായിട്ട്. അത് വാസ്തവമായിട്ട് ആര് ഈ രാജ്യം ഇനിയും ഭരിക്കണം, ആര് ഭരിച്ചാലാണ് ഈ നാടിന് അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തിന് നന്മയുണ്ടാകാൻ പോകുന്നതെന്ന് നമ്മൾ ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പം വരും ദിവസങ്ങളിൽ വീണ്ടും ഇവിടുത്തെ അതായത് കാനഡ ഇലക്ഷനുമായുള്ള അതായത് അപ്ഡേറ്റഡ് വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ കടന്നു വരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു അപ്ഡേറ്റഡ് വീഡിയോയിൽ നമുക്ക് കാണാം. നൗ ഐ എം സൈനിങ് ഔട്ട്, റെക്സി ജോയ്. ബൈ.